ബഹ്റൈനിലെ പ്രവാസി കലാകാരന്മാരൊരുക്കിയ ഒരു നാടകം ശ്രദ്ധ നേടുകയാണ്. പതിവ് പോലെ ഇത് സ്റ്റേജിലല്ല നാടകം അവതരിപ്പിക്കപ്പെട്ടത്, മറിച്ച് ഒരു മൈതാനത്താണ്. ഊരുഭംഗം എന്ന നാടകത്തിൻ്റെ വിശേഷങ്ങളുമായി സിറാജ് പള്ളിക്കര. സാഗരങ്ങൾ തീർക്കുന്നവർ. ബഹ്റൈൻ കേരളീയ സമാജം ഹാളിലെ നടുത്തളം. പ്രവാസികളായ കലാസ്വാദകർക്ക് മുന്നിൽ ഇവിടെ വ്യത്യസ്തമായ ഒരു നാടകാവിഷ്കാരമാണ് അരങ്ങേറിയത്. പതിവ് രീതികളിൽ നിന്ന് മാറി സ്റ്റേജിലല്ല നാടകാവതരണം നടന്നത്. പ്രേക്ഷകരുടെ ഇടയിൽ തുറന്ന രംഗപശ്ചാത്തലമൊരുക്കിയാണ്. അതെ, വേറിട്ട അവതരണ രീതിയും പശ്ചാത്തലവും കൊണ്ട് തീർത്തും വ്യത്യസ്തമായ ഒരു രംഗഭാഷ, ഊരുഭംഗം. ഒട്ടനവധി നാടകങ്ങൾ അരങ്ങേറാറുള്ള ബഹ്റൈൻ കേരളീയ സമാജത്തിൽ ഇത് തീർത്തും വ്യതിരിക്തമായ ഒരു അനുഭവമായിരുന്നു. സമാജം സ്കൂൾ ഓഫ് ഡ്രാമയിലെ കലാകാരന്മാരും കലാകാരികളും അവർ മഹാഭാരതത്തിലെ ഉജ്ജ്വലമായ ചില മുഹൂർത്തങ്ങളിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ബഹ്റൈനിലെ കലാകാരന്മാരുടെ തന്മയിത്തത്തോടെയുള്ള നടന ചാരുതയും ഹൃദ്യമായ അവതരണ രീതിയും ഈ കലാവിഷ്കാരത്തെ ശ്രദ്ധേയമാക്കി. മഹാകവി ഭാസന്റെ വിഖ്യാതമായ ഊരുഭംഗത്തിന് ഭാരതത്തിലെ ആദ്യ ദുരന്ത നാടകമെന്ന പ്രത്യേകത കൂടിയുണ്ട്. ദുര്യോധനൻ കേന്ദ്ര കഥാപാത്രമായ ഊരുഭംഗം ബഹ്റൈനിൽ അണിയിച്ചൊരുക്കിയത് സംവിധായകനായ വിഷ്ണു നാടകഗ്രാമമാണ്. സ്കൂൾ ഓഫ് ഡ്രാമ ബിരുദധാരിയായ വിഷ്ണു എന്ന തിയേറ്റർ പ്രവർത്തകന്റെ സ്വപ്ന സാഫല്യം കൂടിയായിരുന്നു ഈ നാടകത്തിന്റെ അരങ്ങേറ്റം. ഊരുഭംഗം എന്ന് പറയുന്ന നാടകം ഭാരതത്തിൻ്റെ തന്നെ ആദ്യത്തെ ദുരന്ത നാടകങ്ങളിലൊന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊട്ടേറെ പ്രത്യേകതകളുണ്ട് ഈ അവതരണത്തിന്. ഇപ്പോഴും വളരെ കാലിക പ്രസക്തിയുള്ള നമുക്ക് ഇൻ്റർപ്രിട്ടേഷനൊക്കെ സാധ്യമാവുന്ന തരത്തിലുള്ള ഒരു നാടക അവതരണമായിരുന്നു ഊരുഭംഗം. ആൾക്കാരിൽ നിന്ന് വളരെ മികച്ച അഭിപ്രായങ്ങളാണ് കേൾക്കുന്നത്. അരീന പോലെയുള്ള വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നടനും പ്രേക്ഷകനും തമ്മിലുണ്ടാവുന്ന കൊടുക്കൽ വാങ്ങലുകൾ വച്ചുകൊണ്ട് നാടകം ആസ്വദിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ നാടകം വളരെ നല്ല രീതിയിൽ തന്നെ അവരുമായിട്ട് സംവദിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. അതൊരു പ്രത്യേക അവതരണം തന്നെയായിരുന്നു. പുതിയ കാലത്തും ഏറെ പ്രസക്തമായ പ്രമേയമാണ് ഊരുഭംഗത്തിൻ്റേത്. മഹാഭാരത യുദ്ധത്തിന്റെ 18ാം ദിവസമാണ് പശ്ചാത്തലം. യുദ്ധം ആർക്കും നന്മ വരുത്തുന്നില്ല എന്ന ശക്തമായ യുദ്ധവിരുദ്ധ സന്ദേശവും നൽകുന്നു ഈ കലാസൃഷ്ടി. മനുഷ്യസഹജമായ അഹങ്കാരത്തിന്റെയും അതിന്റെ അനിവാര്യഫലമായ പതനത്തിന്റെയും ഒടുവിൽ വൈകിയെത്തുന്ന തിരിച്ചറിവിന്റെയും കഥ കൂടിയാണ് ഊരുഭംഗം. യുദ്ധവും സംഘർഷങ്ങളും ബാക്കിവെക്കുന്നത് കണ്ണുനീരും നഷ്ടങ്ങളും മാത്രമാണെന്ന് നാടകം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആഭിമുഖ്യത്തിലായിരുന്നു നാടകം അണിയിച്ചൊരുക്കിയത്. കോൺവെക്സ് മീഡിയ ആൻഡ് ലിസൺ ഇവൻസ് എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ബഹ്റൈനിലെ നാടക പ്രവർത്തകരുടെ ദീർഘകാലത്തെ സ്വപ്നമായിരുന്ന ഈ കലാവിഷ്കാരം യാഥാർത്ഥ്യമായത്. അരേന തിയേറ്റർ സങ്കേതത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചത് ബഹ്റൈനിലെ അനുഭവ സമ്പത്തുള്ള ഒട്ടനവധി കലാകാരന്മാരാണ്. ദിവസങ്ങൾ നീണ്ട ചിട്ടയായ പരിശീലനത്തിനൊടുവിലാണ് നിറഞ്ഞ സദസ്സിന് മുന്നിൽ തനത് നാടക സങ്കേതത്തിൽ താളനിബന്ധമായ ചുവടുകളോടെ നാടോടി നൃത്ത സംഗീത ചേരുവകളോടെ ഊരുഭംഗം അവതരിപ്പിക്കപ്പെട്ടത്. രംഗസജ്ജീകരണവും അഭിനയവും വസ്ത്രാലങ്കാരവും സംഭാഷണങ്ങളും പശ്ചാത്തല സംഗീതവുമെല്ലാം പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റി.
വളരെ നല്ല റെസ്പോൺസാണ് ഊരുഭംഗം നാടകം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹ്റൈൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നാടകങ്ങൾ കാണാനുള്ള അവസരം വളരെ കുറവാണ് അവിടെ സംഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ നാടകങ്ങൾ നടക്കുന്ന ബഹ്റൈൻ കേരള സമാജത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു നാടകം അരീന തിയേറ്റർ സങ്കേതത്തിൽ അവതരിപ്പിച്ചപ്പോൾ വളരെ വലിയൊരു ജനപങ്കാളിത്തമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും വിഷ്ണു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അതിൻ്റെ അവതരണം ഒരുക്കിയതെന്ന് മാത്രമല്ല, അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സങ്കേതങ്ങളും അതിൻ്റെ സംഗീതം, ലൈറ്റ്, അതുപോലെ മറ്റെല്ലാ ഘടകങ്ങളും ഒരുപാട് ഫീഡ്ബാക്കാണ് നമുക്ക് നൽകിയത്. നല്ല അഭിപ്രായങ്ങളാണ് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കെവിടെയാണ് പിഴച്ചത്? ആശ്രയിച്ചവർക്കെല്ലാം സർവനന്മയും സ്നേഹവും നൽകി ഞാൻ. എന്നിട്ടും എന്തിനാണ് എന്നെ ചതിച്ചത്? യുദ്ധത്തിന്റെ വ്യർത്ഥതയെ പ്രതീകാത്മകമായി മനോഹരമായ വെളിച്ചവിന്യാസത്തോടെ അവതരിപ്പിച്ചപ്പോൾ പ്രേക്ഷകർക്ക് ഊരുഭംഗം നൃത്തവാദ്യ സംഗീത സമന്വയമായി. ഇന്നോളം അവർ കണ്ടിട്ടില്ലാത്ത വേറിട്ട ഒരു നാടക കാഴ്ചയും നവ്യമായ ദൃശ്യശ്രവ്യ വിസ്മയവുമായി. അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർക്ക് ഒരു സ്വപ്ന സാഫല്യവും. ആയിരം നരകങ്ങളെ കൂട്ടിയ വീരരഥത്തിൽ എന്നെ എതിരേൽക്കാൻ